നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് ബീട്രൂട്ട് ചമ്മന്തിച്ചോറ്. അപ്പോൾ നമുക്ക് ഈ ലഞ്ച് ബോക്സിൽ എന്ത് കൊടുത്തു വിടും എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. വേഗം രാവിലെ തന്നെ പെട്ടെന്ന് പണിയൊക്കെ തീരുവാൻ വേണം, പക്ഷേ എന്തെങ്കിലും ടേസ്റ്റ് ഇല്ലാതെ കുട്ടികളോട്ട് കഴിക്കുകയില്ല. അപ്പോൾ നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണിത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതുപോലെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചോറ് വേണം, വേവിച്ച് വെച്ചതാണ്. അപ്പം ഞാനിത് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യം പോലെ എടുത്തിട്ട് ഉണ്ടാക്കി വരുമ്പോൾ എത്രയാണോ വേണ്ടത് അങ്ങനെ ചേർക്കുന്നതാണ് നല്ലത്. ബസ്മതി റൈസ് ആണ് എടുത്തതെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നോർമൽ പച്ചരി ഉണ്ടല്ലോ, പച്ചരിയോ പുഴുക്കലരിയോ പൊന്നി ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് എടുക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെന്തിങ്ങനെ നല്ല ഉടയുന്ന പരിപാടി അങ്ങനെ ആവരുത്. അതിന് മുന്നേ തന്നെ എടുക്കുക. ഞാനിത് കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബീട്രൂട്ടാണ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, ഒരു 2 മീഡിയം ബീട്രൂട്ട്. അതുപോലെ തന്നെ തേങ്ങ വേണം, ഒരു ചെറിയ അരമുറി തേങ്ങ ചിരകിയത്. പിന്നെ കൂടെ നമുക്ക് ചെറിയുള്ളി വേണം, ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി വേണം, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 2 വറ്റൽമുളക്, അതുപോലെ ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് വറുത്തിടുമ്പോൾ നമ്മൾ കൂടെ ഇടുന്നതാണ്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില വേണം. പിന്നെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഉപ്പ് നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഇതിന് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പുഴുക്കലരിയൊക്കെ ആണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ സ്വാദ് കൂടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബസ്മതി ആയതുകൊണ്ട് ഞാനിപ്പം കുറച്ച് നെയ്യ് ചേർക്കുകയാണ്. അപ്പോൾ നെയ്യൊക്കെ ചേർക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്ടം കൂടുമല്ലോ, കഴിക്കാനുള്ളൊരു ഇഷ്ടം കൂടുന്നതുകൊണ്ട് നെയ്യ് ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ഓയിലും നെയ്യും കൂടെ ചേർത്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി തുടങ്ങാം. അപ്പം നമ്മളിതാ ഉണ്ടാക്കാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കി നമുക്ക് നെയ്യ് ഒഴിക്കാം. അപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇതാ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജീരകം ഇടാം, അതുപോലെ വറ്റൽമുളക്. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാളയുണ്ട്, സവാള ഇട്ട് കൊടുക്കുകയാണ്. സവാളയുടെ കൂടെ തന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇടാം. കറിവേപ്പിലയും കൂടെ ഇടുകയാണ്. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് ചുവന്ന് വരണം. അപ്പോൾ ഇത് സവാളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ റൈസിൽ ഓൾറെഡി ഇട്ടതാണ്, അപ്പോൾ ഒരുപാട് ഇടണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഞാനത് ഇൻഗ്രീഡിയൻസിൻ്റെ ഇതിൽ പറഞ്ഞിട്ടില്ല, കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇതൊന്നും തന്നെ വെള്ളം വരും. അപ്പോൾ ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ വേവിച്ച് കൊടുക്കാം. ഇത് അടച്ചു വെക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. നമ്മൾ ചമ്മന്തി ഉണ്ടാക്കൂല, അതുപോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ചെറിയുള്ളി ഞാൻ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു, അപ്പോൾ അതുകൂടെ ഇടാം. പിന്നെ മുളക് പൊടി വേണം, 1 ടീസ്പൂൺ. നമ്മളൊരു ഒരുപാട് എരിവൊന്നും വേണ്ടല്ലോ, അപ്പോൾ 1 ടീസ്പൂണാണ് ഇടുന്നത്. ഇനി വേണമെങ്കിൽ ഉപ്പിടാം, ഞാനിപ്പോൾ ഇടുന്നില്ല, കാരണം ബീട്രൂട്ടിലും അതുപോലെ റൈസിലും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കാൻ പോവാണ്, ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ. അപ്പം ഇതാ നമ്മൾ തേങ്ങയെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ്, ഈ ഒരു പാകത്തിന് ചെയ്തെടുത്താൽ മതി. അപ്പം ഇതാ ബീട്രൂട്ട് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അല്ലെ ചമ്മന്തി പോലെ ആക്കിയതുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ തേങ്ങ നമ്മൾ അരച്ചെടുക്കുമ്പോൾ കുറച്ചൊരു വെള്ളമുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇത് മൊത്തമായിട്ടൊന്ന് കൂടി വരുവാൻ വേണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം നമുക്ക് ചെറിയ തീയിൽ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ബീട്രൂട്ടും ചമ്മന്തിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യം നോക്കി കുറച്ചായിട്ട് കൊടുക്കുക. ഈ ഒരു ബൗളിന് ഒരു ബൗളാണ് ഞാൻ ഇട്ടത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബീട്രൂട്ടും ചോറും ചമ്മന്തിയും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരണം. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം നെയ്യും ചേർത്ത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വീണ്ടും 1 മിനിറ്റോളം ഒന്ന് ആവി കയറി വരണം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ചമ്മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ലഞ്ച് ബോക്സിൽ എന്താ മക്കൾക്ക് കൊടുത്തു വിടുക എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഒരു ദിവസം ഇത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.